വെള്ളൂട്ടി ഞങ്ങളെ വീടും കാര്യങ്ങളൊക്കെ അവസ്ഥ അല്ലേ അറിയില്ല. അവിടെ മുണ്ടക്കൈനായിരുന്നു അല്ല, ഞാൻ സൂര്യന്മല ടൗണിലാണ് പുതിയ വീട് വെച്ചത്. ആ വീടാണ് പോയത്. ടൗണിൽ തന്നെ അത് എങ്ങനെയാ ലോൺ എടുത്ത് വെച്ചതാണോ? ആ കുറേ കടങ്ങളാണ് സാർ. 5-6 ലക്ഷം റുപ്യ കടങ്ങൾ, 5-8 ലക്ഷം റുപ്യ ബാങ്ക് ലോൺ. എഴുതി തള്ളിയില്ലേ? ലോൺ പറഞ്ഞാൽ ലോണ് പേഴ്സണൽ ലോൺ 1 ലക്ഷം ഉണ്ട്, സ്വർണം വെച്ചതുണ്ട്, പിന്നെ വ്യക്തികളെടുത്ത് വാങ്ങി 5-6 ലക്ഷം റുപ്യ അതുണ്ട്. അതങ്ങനെ ഉണ്ട്. പണിയില്ല, പൈസ ഇല്ല, അല്ലാത്തൊരു അവസ്ഥയില്ല. ഇപ്പം സാധനങ്ങൾ സ്ഥലത്ത് കിട്ടില്ല. ഷംസീർ, റെമീന, ഷിറാസ്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി? ഞാൻ ടൈൽസിന് പണി, കൂലിപ്പണി. ടൈൽസിന്റെ പണിയായിരുന്നല്ലേ. വളരെ കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി ചൂരമരയില്. കഷ്ടപ്പെട്ട് സ്ഥലം മേടിച്ച് ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ പണി വർക്കെല്ലാം കഴിഞ്ഞു. ഒരുമാതിരി എല്ലാം പ്ലംബിങ്ങിന്റെ ഒക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി കോയമ്പത്തൂർ പോയി വാങ്ങിക്കൊണ്ടു വെച്ചതായിരുന്നു തലേ ദിവസമായിട്ട്. അതെല്ലാം പോയി. 80,000 റുപ്യ സാധനം പോയി. എന്റെ പണി സാധനങ്ങൾ എല്ലാം അടിയിലാണ്. ഞാനെന്താ വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരു വരുമാനത്തിൽ നിന്ന് കുറെ പേര് എന്റെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ടിരുന്നു. അതായത് മാട വീട്ടിലേക്ക് മാറിയ ആ ദിവസമാണ് അന്ന് തിങ്കളാഴ്ച ഇവിടെ വന്നത് അല്ല. ഇവിടെ നിന്നാ എനിക്ക് ബന്ധപ്പെടുന്നവരല്ലേ, ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അത് ഞാൻ അങ്ങനെ ടിക്ക് ചെയ്ത് പിന്നെ നമുക്ക് ഓരോ പ്രോഗ്രാം കിട്ടുമ്പോ അതിന് കിട്ടുന്ന ഒരു ചെറിയൊരു വരുമാനം എടുത്താൽ അതെ. അപ്പൊ നമുക്ക് അധികം അടുക്കള സാധനങ്ങളായാലും അല്ലെങ്കിൽ കട്ടില്, കിടക്ക, അലമാറ, കുറെ സ്ത്രീകളൊക്കെ എന്നോട് അടുക്കള സാധനങ്ങളൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പോ പിന്നെ ചില കുട്ടികൾക്കുള്ള എല്ലാം നഷ്ടപ്പെട്ട എന്ത് കിട്ടിയാലും നല്ലതാണ്. പിന്നെ അപൂർവമായിട്ടാണ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കാറുള്ളൂ. ഞാൻ അത് കഴിയുന്നത് ഒഴിവാക്കുകയാണ്. ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടി. ഈ മറ്റേ ബ്ലഡ് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കിട്ടി, വീട്ടു സാധനം കിട്ടി. ഇനി പറഞ്ഞ പോലെ ജോലിയും ഇല്ലൊന്നും ഇല്ലല്ലോ. മറ്റേ വീട്ടിൽ വേറെ ആരും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നു. ഇപ്പൊ വീട് സർക്കാർ തരുന്നുള്ളതിലായിരിക്കും സർക്കാരിന്റെ സംബന്ധിച്ചു ഞങ്ങൾക്ക് ജോലി 10,000 കയറി. പക്ഷെ ഞാൻ എന്താ പറയാ, ഞാൻ കഴിയുന്നു ഈ സാധനങ്ങളാണ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കല്. എന്താണ് സാധനങ്ങൾ എന്തെങ്കിലും നോക്കാം. എത്ര മക്കളാണ്? എനിക്ക് ഇവനും 2 5 മാസം. അപ്പൊ ഇനി 1-2 സ്ഥലം കൂടെ ഇന്ന് കവർ ചെയ്യാനുണ്ട്. ചെറിയൊരു ക്യാഷ് തരാം. ഐഡിയ പോലെ ചെയ്യും. വേറെ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഒന്നും വേണ്ട, സന്തോഷം. സന്തോഷം. ഇതൊന്ന് വെച്ചോളൂ. ചെറിയൊരു പൈസയുള്ളേ, ചെറുതേ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ ആശ്വാസം. അപ്പൊ നമ്മളെ അത്യാവശ്യങ്ങൾ പറഞ്ഞോ, നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുമല്ലോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചോളൂ. പിന്നെ പച്ചക്കറി വേറെ വേണമെന്നുണ്ടെങ്കിൽ മോനെ എന്തെങ്കിലും പഠിക്കണം. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മളെ എല്ലാം അറിയുന്ന അജയ് കൂടുതലുണ്ടല്ലോ. എല്ലാം പിന്നെ സ്ഥലമൊക്കെ മേടിച്ച് ഇങ്ങനെ പതിയെ നല്ല കഷ്ടം. ഈ 6 കൊല്ലം ഉണ്ടായി. സ്ഥലം മേടിച്ച് വീട് വെച്ചാണ്. വീട് വെച്ച് ഈ കൂലിപ്പണി എടുത്തിട്ട് ജോലി ചെയ്ത് ഞാൻ കഷ്ടപ്പെടുണ്ടാക്കിയതാണ്. എനിക്കൊരു മൂത്ത മകളുണ്ട്. ആ കഥയിലേക്ക് ഞാൻ വരുന്ന പിന്നെ അത് ഞാൻ എന്റെ ആദ്യം വെച്ച ഭാര്യയില്ല, ഒരു മരിച്ചിട്ടുണ്ടെന്ന് വെച്ചു. ഓളിപ്പം തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയില്ല, ഒരു ഹോസ്റ്റലിലാണ്. ഓട്ടിസം ബാധിച്ച മകളാണ്. എല്ലാ കഥകളും അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു വീട് അതിനോടൊക്കെ നമ്മളെ സഹായിക്കും. അതുവരെയുള്ളൊരു അതെ, വീട് കിട്ടട്ടെ. അപ്പൊ നന്ദി. സന്തോഷം. അവർ വന്നിട്ടുണ്ട്.